സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഈസ് ഫ്രം ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്നാണ് അല്ലേ. ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ XSHCHO ആൽഡിഹൈഡ് തന്നിട്ടുണ്ട് ആൻഡ് ആൽക്കലി തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് സ്പെസിഫിക്കലി ഫ്രം ആൽഡോൾ കണ്ടൻസേഷൻ ആൻഡ് കാനിസാരോ. ആൽഡോൾ കണ്ടൻസേഷനും കാനിസാരോയും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 2016 JEE അഡ്വാൻസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ JEE അഡ്വാൻസിന്റെ ഒരു മിനിയേച്ചർ രീതിയിലേക്കൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിസിക്കലിൽ അവർ 2 ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലെ 2 ഡിഫറെന്റ് ടോപ്പിക്സിനെ ക്ലബ്ബ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ വെർണർ തിയറിയും കൂടി ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് പതിയെ നമ്മുടെ JEE മെയിൻ അവരുടെ ലെവൽ ഇങ്ങനെ കൂട്ടി വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ക്വസ്റ്റ്യൻസ് ഈസി ആണെങ്കിലും കുറച്ചും കൂടി എന്താ പറയുക ഡെപ്തിൽ പഠിച്ചൊരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ്റെ ലെവല് മാറുന്നുണ്ട്. പെരിഫറലായിട്ട് ഫോർമുലകളോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം പഠിച്ചു പോകുന്ന കുട്ടികളെക്കാളും കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് നോളേജ് ഉള്ള കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തോതിലേക്കാണ് പല ക്വസ്റ്റ്യനുകളുടെയും പ്രൊജക്ഷൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ XSHCHO ആണുള്ളത്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡാണ്, പിന്നെ ഇവിടെ ആൽക്കലി ഉണ്ട്. ഇപ്പം ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽക്കലിയും അതേപോലെ തന്നെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡും, ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡും ആണെങ്കിൽ അവിടെ എന്തായാലും ആൽഡോൾ ആണ് പ്രിഫറൻസ് ഉള്ളത്. സോ എന്തായാലും ആൽക്കലിയിൽ നിന്ന് നമ്മുടെ OH- വന്ന് ഇവിടുന്ന് ആൽഫയിൽ നിന്ന് H+ റിമൂവ് ചെയ്ത് അവിടെ ഇനോലൈറ്റ് അയോൺ ഫോം ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് CH3CH- എന്ന് വരും. ആ ഇനോലൈറ്റ് അയോൺ ഇൻട്രാമോളിക്കുലാർ ഇവിടെ തന്നെ ഈ CH3CH2CHO തന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അവൻ ഈ HCHO അറ്റാക്ക് ചെയ്യാണ് ചെയ്യുക. കാരണം അവൻ എക്സസ് ആണ്. അതുമാത്രമല്ല കുറെ കൂടി ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള കാർബണൈൽ ഗ്രൂപ്പ് ഈ ഫോർമാൽഡിഹൈഡിന്റെ ഗ്രൂപ്പാണ്. നേരെ മറിച്ച് ഈ CH3CH2CHO എന്ന് പറയുന്ന കാർബണിന്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് നമ്മുടെ ഫോർമാൽഡിഹൈഡിന്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജിനേക്കാൾ കുറവാണ്. അപ്പോൾ അറ്റാക്ക് എവിടെയാണ് നടക്കുക? അറ്റാക്ക് ഇവിടെയാണ് നടക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് കുറയാൻ കാരണം? ഇവിടെ +I ഇഫക്റ്റ് കാരണം, ആ ഗ്രൂപ്പിന്റെ +I ഇഫക്റ്റ് കാരണം അവിടെ തന്നെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്തിട്ട് മൈനർ പ്രൊഡക്റ്റ് ഉണ്ടാവും. പക്ഷെ വി ആർ ടോക്കിംഗ് അബൌട്ട് മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് നമുക്ക് ഏതിലാണ് കിട്ടുക? ഈ മോർ ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള കാർബൺ ഉള്ള ഗ്രൂപ്പിലാണ് അറ്റാക്ക് നടക്കുക. സോ ഈ ന്യൂക്ലിയോഫൈൽ നേരെ ഒന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക CH3CH, ഈ പൈ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് പോകുന്നു. അപ്പോൾ CH2O- ആവുന്നു. ഇവിടെ CHO ഉണ്ട്. അപ്പോൾ അത് നേരത്തെ റിമൂവ് ചെയ്ത വാട്ടറിൽ നിന്നും H+ എടുക്കുന്നു. അങ്ങനെ അത് CH3CH CH2OH ആയി. അപ്പോൾ നമുക്കറിയാം ഇവിടെ XSHCHO എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ നോക്കൂ. അതെ, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇനിയുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ആ ആൽഫ ഹൈഡ്രജനെ ആൽക്കലി എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് അടുത്ത ഇനോലൈറ്റ് അയോണിലേക്ക് ഉണ്ടാക്കും. അപ്പോൾ C-, ഇവിടെ CHO CH2OH, നമുക്ക് ന്യൂക്ലിയോഫൈൽ കിട്ടി. ഇനി എന്താ സംഭവിക്കുക? വീണ്ടും HCHO അറ്റാക്ക് ചെയ്യുന്നു, ഇതേപോലെ തന്നെ നമുക്ക് CH3CH2OH, ഇവിടെയും CH2OH CHO ആയി. ഇവിടെ ഈ സ്റ്റെപ്പിന് ശേഷം വാട്ടറും കൂടി ഉണ്ട്. വാട്ടർ വന്നിട്ടാണ് അത് CH2O- ഫോം ചെയ്തിട്ട് അതിന് H സപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, ആൽഫ ഹൈഡ്രജനൊക്കെ തീർന്നു. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അവിടെ പിന്നെ എന്താ നടക്കുക? അവിടെ പിന്നെ കാനിസാരോ റിയാക്ഷനാണ് നടക്കുക. നോക്കണം നിങ്ങൾ. അപ്പോൾ ആൽഡോൾ നടന്ന് ആൽഡോൾ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് ഇനി ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇനി അത് കാനിസാരോയിലേക്ക് പോകണം. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് ആർക്കാണ് ഉണ്ടാവുക? കുറച്ചും കൂടി ഡെപ്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഈ തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുക? കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റേ ആൾക്ക് റിഡക്ഷനും. ഇയാൾക്ക് ഓക്സിഡേഷൻ നടക്കും, ഇയാൾക്ക് റിഡക്ഷൻ നടക്കും. ഓക്കെ, സോ അതിൻ്റെ മെക്കാനിസം ഞാൻ പറയാം. ആദ്യം OH- വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ HCO- ഇവിടെ OH എന്ന് വരും, ഇവിടെ H എന്ന് വരും. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് H- ലീവ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? C+OH, ഫോർമിക് ആസിഡ് കിട്ടും. ഈ ലീവ് ചെയ്ത് പോയ H- നേരെ വന്ന് ഇവിടെ കാർബൺ അറ്റാക്ക് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതെന്തായിട്ട് മാറും? CH3 CH2OH CH2OH. ഇവിടെ H മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് O മൈനസ് CH2O മൈനസ് എന്നാവും. ഓക്കെ, ഈ ഫോർമിക് ആസിഡിന് ഇവൻ അസിഡിക് ആണല്ലോ, ആ H പ്ലസ് ഇതിനെ ഈ O മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ CH3 CH2OH CH2OH CH2OH. അങ്ങനെ നമുക്ക് 3 CH2OH അറ്റാച്ചും ചെയ്യും. അതിൻ്റെ കൂടെയുള്ള ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HC ഡബിൾ ബോണ്ടോ O മൈനസ് ആണ്. കാരണം അവൻ്റെ അസിഡിക് മീഡിയം, ഇവൻ അസിഡിക് ആയതുകൊണ്ടാണ് അവൻ മറ്റേ O മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തത്. അതിന് കാരണം എന്താ വെച്ചാൽ ദിസ് O മൈനസ് ഇസ് ഹൈലി സ്റ്റെബിലൈസ്ഡ് ബൈ ഇക്വാലൻ്റ് റെസണൻസ്. ഇക്വാലൻ്റ് റെസണൻസിലൂടെ അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? H പ്ലസിനെ മറ്റേ ആൾക്ക് ഡൊണേറ്റ് ചെയ്ത് അവനെ സ്റ്റേബിൾ ആക്കുന്നു. ഇവൻ O മൈനസ് ആയി നിന്നാലും അവന് കുഴപ്പമൊന്നുമില്ല, കാരണം ഹീ സ്റ്റെബിലൈസ്ഡ് by equivalent resonance. So answer എന്താ വരിക? Answer is option